ഇന്ത്യയിലേക്ക് ഏത് തരത്തിലും ഭീകരവാദം കടത്തിവിടാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പാകിസ്ഥാൻ എക്സ്പോർട്ട് ചെയ്യുന്നത് ടെററിസമാണെന്ന് പല അന്താരാഷ്ട്ര വേദികളിലും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ തന്നെ പറഞ്ഞിട്ടുള്ള കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനിവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിനെയാണ്. ബംഗ്ലാദേശിൽ കലാപമുണ്ടായപ്പോൾ തന്നെ പല ആൾക്കാരും പറഞ്ഞു ഇന്ത്യയാണ് അവരുടെ ലക്ഷ്യമെന്ന്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇന്ത്യയുമായി വലിയ രീതിയിൽ ഉടക്കുന്നു. അതുമാത്രമല്ല, ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശ് പല നിബന്ധനകളും കൊണ്ടുവരുന്നു. പാകിസ്ഥാനുമായി ബംഗ്ലാദേശ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് നമ്മുടെ പാകിസ്ഥാനിലേക്കുള്ള നമ്മുടെ ബോർഡറുകളെല്ലാം ശക്തമായി ഒരു സൂചി പോലും ഇങ്ങോട്ട് കടന്നു വരാത്ത രീതിയിലുള്ള പഴുതടച്ച സുരക്ഷയാണ് നമ്മുടെ ഇന്ത്യൻ സേനയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറണമെങ്കിൽ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് മ്യാൻമർ വഴിയുള്ള ഇന്ത്യയുടെ അപ്പുറത്തെ അതിർത്തി വഴിയുള്ള പ്രദേശത്തിലൂടെയാണ്. എന്നാൽ മ്യാൻമറിലേക്ക് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് എത്തണമെങ്കിൽ ബംഗ്ലാദേശ് വഴി പ്രവേശിക്കാം എന്നൊരു പദ്ധതി അവർ തയ്യാറാക്കിയിരിക്കുന്നു. ബംഗ്ലാദേശ് വഴി പാകിസ്ഥാൻ പൗരന്മാർ മ്യാൻമർ വഴി നമ്മുടെ നോർത്ത് ഈസ്റ്റ് വഴി ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം കാണുന്നത്. അരുണാചൽ പ്രദേശിൽ 520 കിലോമീറ്റർ, മിസോറാമിൽ 510 കിലോമീറ്റർ, മണിപ്പൂരിൽ 398 കിലോമീറ്റർ, നാഗാലാൻഡിൽ 215 കിലോമീറ്ററാണ് നോർത്ത് ഈസ്റ്റിൽ മ്യാൻമറുമായി നമ്മൾ അതിർത്തി പങ്കിടുന്നത്. 1643 കിലോമീറ്ററാണ് നമ്മൾ മ്യാൻമാറിൽ അതിർത്തി പങ്കിടുന്നത്. ഈ അതിർത്തിയിലൂടെ ആയുധങ്ങളും മയക്കുമരുന്നുമെല്ലാം കടന്നു വന്ന് മണിപ്പൂരിനെ കലാപകലുഷിതമാക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ശക്തമാണ്. വേലി കെട്ടുക എന്നുള്ളത് ദുഷ്കരമാണ് എന്നുള്ളത് നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം വന്ന സുപ്രധാനമായിട്ടൊരു വാർത്ത, ബംഗ്ലാദേശ് പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉള്ള ഒരു പ്രത്യേക പരിഗണന പ്രകാരം വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് സുരക്ഷാ ക്ലിയറൻസ് വേണ്ട. അതായത് ബംഗ്ലാദേശിൽ ഒരു പൗരൻ എത്തുകയാണെങ്കിൽ, പാകിസ്ഥാൻ പൗരൻ എത്തുകയാണെങ്കിൽ ആ പാകിസ്ഥാൻ പൗരനെ യാതൊരു സുരക്ഷയുമില്ലാതെ ബംഗ്ലാദേശിലേക്ക് അവർ കടത്തിവിടും. ബംഗ്ലാദേശിൽ നിന്ന് മ്യാൻമറിലേക്കും മ്യാൻമറിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് അതിർത്തി വഴി ഇവർക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. ഇന്ത്യ ഇപ്പോൾ ഒരു വമ്പൻ നീക്കം നടത്തിയിരിക്കുന്നു. അതായത് മുഹമ്മദ് യൂനിസ് മരത്തിൽ കാണുമ്പോൾ അമിത്ഷാ മാനത്ത് കാണും എന്നുള്ളതാണ് ആ നീക്കം. ഇപ്പോഴിതാ മ്യാൻമർ അതിർത്തിയിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള വേലി കെട്ടാനായി ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 31,000 കോടി രൂപയ്ക്കാണ് ഈ വേലി അവിടെ പണിയുന്നത്. നേരത്തെയും അമിത്ഷാ ഇതിനുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. നമ്മൾ ഇന്നലെ കൊടുത്ത വാർത്തയിൽ മണിപ്പൂരിനെ ശാന്തമാക്കാനാണ് ഈ വേലി എന്നുള്ളതാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് അതിന് പുതിയൊരു മാനം കൂടെ കൈവന്നിരിക്കുന്നു. അതും മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം, കേന്ദ്രം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൽ 100 അർത്ഥങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഈ ഒരു വാർത്ത ഒരു ഉദാഹരണം മാത്രമാണ്. മണിപ്പൂർ വംശീയ കലാപം തടയുക, അതായത് ഒരു വെടിക്ക് 2 പക്ഷി എന്ന പോലെ മണിപ്പൂർ വംശീയ കലാപം തടയുക, ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന പാക് പൗരന്മാർ മ്യാൻമർ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതുമാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഡിസംബർ 2 ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സെക്യൂരിറ്റി സർവീസസ് ഡിവിഷൻ പ്രഖ്യാപനത്തിലൂടെ ഈ നയം ബംഗ്ലാദേശിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സയ്യിദ് അഹമ്മദ് മർഹൂഫ് ഡിസംബർ 3 ധാക്കയിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് ഖാലിദ് സിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പാണ് ഈ ഒരു നിയമം വന്നത് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ജോർജ് സോറോസുമായി ചേർന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും പാകിസ്ഥാനും ഒന്നിച്ചു ചേരുമ്പോൾ ഇന്ത്യയിലേക്ക് ഭീകരവാദം എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ള അവരുടെ വലിയൊരു പദ്ധതിയാണ് അമിത്ഷാ പുട്ടുപോലെ പൊളിച്ചിരിക്കുന്നത് എന്നും ഈ വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ബംഗ്ലാദേശിൽ യൂനസ് മരത്തിൽ കാണുമ്പോൾ അമിത്ഷാ മാനത്ത് കാണും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.